അല്ലേ, അടുത്തൊരാഴ്ചത്തേക്കുള്ള ഓട്ടം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ ഒരുക്കമായാലോ? ഇന്നത്തെ മീൽ പ്രപ്പ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമേ നമുക്ക് നമ്മുടെ യൂണിഫോമിൽ കയറാം. ആദ്യം ഞാൻ ചിക്കനും ഫിഷും ഒക്കെ ഒന്ന് കഴുകി നീറ്റാക്കാൻ പോവാണ്. ഒട്ടും ഇഷ്ടമില്ലാത്ത ജോലിയാണ്, എന്നാലും അത് ആദ്യമേ അങ്ങ് തീർക്കാവേ. സത്യം പറഞ്ഞ് മീൽ പ്രപ്പ് ചെയ്യുന്നത് ഒരു മെഡിറ്റേഷൻ പോലെയാണേ. ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇന്ന് എന്തുണ്ടാക്കും എന്ന ടെൻഷൻ ഒഴിവാക്കാൻ ഇത് വലിയൊരു സഹായമാണ്. ഇന്ന് ഞാൻ കുറച്ച് ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഡിന്നറിന് എടുക്കാൻ പാകത്തിന് ഒരു ചിക്കൻ കറി ഉണ്ടാക്കി വെക്കാം. പിന്നെ നമുക്ക് ലഞ്ചിന് എടുക്കാൻ കുറച്ച് സാമ്പാറും അവിയലും ഒക്കെ ഉണ്ടാക്കാം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അത് നമുക്ക് ഓട്സും ദോശയും കുറച്ച് ബ്രെഡ് ടോസ്റ്റും ഇഡ്ഡലിയും അങ്ങനെയൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്യാം. അപ്പം ഞാൻ ആദ്യമേ മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. അതെല്ലാവർക്കും അറിയാലോ, നോർമലി ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക്, പിന്നെ നമ്മുടെ ഗ്രീൻ ചില്ലി, ഇതെല്ലാം നന്നായിട്ട് ഫ്രഷ് ആയിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടും കൂടി ആഡ് ചെയ്യാറുണ്ട്. അത് നമ്മുടെ ഫിഷ് ഫ്രൈക്ക് കുറച്ചുകൂടി ടേസ്റ്റ് തരും കേട്ടോ. അപ്പം നമ്മൾ മാരിനേറ്റ് ചെയ്ത ഫിഷിനെ നമുക്ക് ഒരു കണ്ടെയ്നറിനാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കാവേ. ഞാൻ ഇന്നിപ്പം കുറച്ച് കിളിമീനും പിന്നെ കുറച്ച് ചാളയാണ് ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. ഇത് രണ്ടും നമ്മൾ കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിലേക്ക് മാറ്റുവാണേ. പ്രത്യേകം ഓർക്കണം, ഇത് നമ്മൾ ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കണം കേട്ടോ. അപ്പം നമ്മുടെ ഫിഷും ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത സ്ഥിതിക്ക് നമുക്ക് ആ ഡ്രസ്സിൽ തന്നെ ഇറങ്ങാം കേട്ടോ. ഭയങ്കര ചൂടാ. ഇനി നമുക്ക് ബാക്കിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യാം. സവാളയൊക്കെ ഒന്ന് അരിഞ്ഞ് മാറ്റിയെടുക്കാം. സത്യം പറഞ്ഞാൽ നമ്മുടെ സമയം ആരോഗ്യം ഒരുപോലെ സംരക്ഷിക്കാൻ ഈ കൊച്ചു കൊച്ചു ശീലങ്ങൾ നല്ലതാട്ടോ. ഇപ്പം എനിക്ക് തോന്നുന്നത് മിക്ക ആളുകളും ഈ മീൽ പ്രിപ്പ് ഒക്കെ ചെയ്യാറുണ്ടെന്നാണ്. എന്തായാലും ചെയ്തു തുടങ്ങിയിട്ടില്ലാത്തവർക്കൊന്ന് ട്രൈ ചെയ്യാം. നമുക്ക് ഭയങ്കര ആശ്വാസമായിരിക്കും അടുത്തൊരാഴ്ച കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പണ്ട് നാട്ടിലായിരിക്കുന്ന സമയത്ത് അമ്മ പറയുന്ന കേൾക്കാം, അടുക്കളയിൽ പണി കഴിഞ്ഞാൽ പകുതി സമാധാനമായിരുന്നു. അന്നതിൻ്റെ അർത്ഥം വലുതായിട്ടൊന്നും മനസ്സിലായില്ലെങ്കിലും ഇപ്പൊ ഈ ഓട്ടത്തിനിടയിൽ മിക്ക ദിവസവും രാത്രി വീട്ടിൽ വരുമ്പോൾ ആകെ തളർന്നിട്ടുണ്ടാവും. ആ സമയത്ത് ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണമൊക്കെ കാണുമ്പോൾ എന്തൊരാശ്വാസാന്നറിയോ. അപ്പൊ നമുക്ക് നമ്മുടെ ചിക്കൻ കറിയുടെ പരിപാടി തുടങ്ങാം. ഈ ചിക്കൻ കറിയുടെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അമ്മയുടെ ഒരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, അത് നോക്കിയാൽ മതി, റെസിപ്പി നിങ്ങൾക്ക് കിട്ടും. അപ്പം നമുക്ക് ആദ്യമേ വെളിച്ചെണ്ണ ചൂടാക്കി സവോളയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും. സത്യം പറഞ്ഞാലേ ഈ മീൽ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അത് വെറും ഒരു പ്രിപ്പറേഷൻ മാത്രമല്ല കേട്ടോ. എനിക്ക് മിക്കപ്പോഴും തോന്നാറുണ്ട് നമ്മൾ നമ്മളോട് തന്നെ കാണിക്കുന്ന ഒരു സ്നേഹമാണെന്ന്. കാരണം അടുത്തൊരു ആഴ്ച, ആ ആഴ്ചയിൽ എല്ലാ ദിവസങ്ങളും സമാധാനമായിട്ട് അങ്ങ് പോകാനായിട്ട് ഈ ഒരു 2 മണിക്കൂർ അത് നമുക്ക് ശരിക്കും ലാഭമാട്ടോ. ചിക്കൻ ഞാൻ അടുത്ത സ്റ്റൗവിലോട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ അവിയലിനുള്ള വെജിറ്റബിൾസ് വേവിക്കാൻ വെച്ചേക്കുവാണേ. അപ്പം ഈ അവിയൽ വേവുന്ന സമയത്ത് നമുക്ക് അവിയലിലേക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനകത്ത് തേങ്ങ, പിന്നെ കുറച്ച് ചെറിയുള്ളി, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, കുറച്ച് ജീരകം, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്യുക. ഒരുപാട് അരഞ്ഞു പോകണ്ട, ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് ഈ അവിയലിനകത്തോട്ട് ചേർക്കാം. അവിയലൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാലോ, അതുപോലെ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനൊരു വെജിറ്റേറിയൻ സ്പെഷ്യലിസ്റ്റ് അല്ല കേട്ടോ. വെജിറ്റേറിയൻ ഫുഡ്സ് ഉണ്ടാക്കാൻ ഇപ്പോഴും ചെറുതായിട്ടൊന്ന് കൈവരയ്ക്കും. നോൺ വെജ് എന്ത് വേണേലും ഉണ്ടാക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ വെജ് അതങ്ങോട്ട് ശരിയാവാറില്ല. ഞാനും ഈ അവിയലും സാമ്പാറും ഒക്കെ വെച്ച് പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ പലരും ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്, ഈ ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ കേട് വരത്തില്ലേ എന്ന്. ആക്ച്വലി ഒരു 3-4 ഡേയ്സിലേക്കുള്ള മീൽ പ്രിപ്പ് ചെയ്ത് വെക്കുന്നതിൽ തെറ്റില്ല എന്നാണ് കേട്ടോ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് തോന്നിയിട്ടുള്ളത്. നമ്മളിത് കുക്ക് ചെയ്ത് അപ്പം തന്നെ നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമ്മളത് അടച്ച് ഫ്രിഡ്ജിനകത്ത് പ്രോപ്പറായിട്ട് സൂക്ഷിക്കുക. പിന്നെ നമ്മൾ ഫുഡ് എടുക്കുന്ന സമയത്ത് എല്ലാം കൂടെ അങ്ങ് എടുക്കാതെ ഒരു സൈഡിൽ നിന്ന് കുറച്ച് എടുത്ത് ആവശ്യമുള്ള മാത്രം എടുത്ത് ചൂടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഫുഡ് ഒരു 3-4 ഡേയ്സ് ഒരു കുഴപ്പമില്ലാതിരിക്കും. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പം നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ തേങ്ങയില്ലേ, അത് നമുക്ക് അവിയലിലോട്ട് ചേർക്കാവേ. തേങ്ങ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്ന് ആ ഒരു അരപ്പൊന്ന് വെന്ത് വരാനുള്ള സമയം അത്രയും മാത്രം നമ്മൾ പിന്നെ അടുപ്പിൽ അവിയൽ വെച്ചാൽ മതി കേട്ടോ. എന്നതിന് ശേഷം നമ്മൾ തീ ഓഫാക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്യാം. അതോടെ അവിയലിൻ്റെ പരിപാടി കഴിഞ്ഞു.
ഇപ്പുറത്ത് നമ്മുടെ ചിക്കൻ്റെ മസാലയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഒരു 15 to 20 minutes അതിനുള്ളിൽ നമ്മുടെ ചിക്കൻ വെന്ത് വരും. സത്യം പറഞ്ഞാൽ ഈ കുക്കിങ്ങിനേക്കാളും ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് കുക്കിങ്ങിന് ശേഷം പാത്രം കഴുകുക, കിച്ചൺ വൃത്തിയാക്കുക, ഇതൊക്കെ. അപ്പം നമ്മളിത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇത്തരം പരിപാടികളും കൂടി ഇടയ്ക്കൊന്ന് ചെയ്ത് പോയാൽ അവസാനം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ അവസാനം എല്ലാം കൂടെ നമ്മളങ്ങ് തളർന്നു പോകും കേട്ടോ. ഈ മീൽ പ്രെപ്പ് എളുപ്പമാക്കാൻ വേറൊരു വഴി കൂടെ ഉണ്ട്. അതായത് നമ്മൾ ഈ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആരെങ്കിലും വിളിക്കാം. ഞാൻ മിക്കപ്പോഴും ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ നാത്തൂനെ വിളിക്കുകയും എന്നിട്ട് ഞങ്ങളിങ്ങനെ വീട്ടുവിശേഷങ്ങളും നാട്ടുവിശേഷങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ ഫുഡും അവിടെയാവും, നമ്മുടെ വിശേഷങ്ങളും നമുക്കറിയാം, ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ കേൾക്കാം. അങ്ങനെ എന്തെങ്കിലും ഒന്ന് എൻഗേജ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ 2-3 മണിക്കൂർ പോകുന്നത് നമ്മൾ അറിയത്തേ ഇല്ല കേട്ടോ. ഞാൻ മെയിൻലി മീൽ പ്രെപ്പ് ചെയ്ത് തുടങ്ങി എന്തുകൊണ്ടെന്നറിയോ? ഞാനൊരു മോർണിംഗ് പേഴ്സൺ അല്ല. മിക്കപ്പോഴും രാവിലെ ലേറ്റ് ആയിട്ട് എഴുന്നേക്കുന്നത്. പിന്നെ മിക്കപ്പോഴും ഓഫീസിൽ നിന്ന് വരുമ്പോൾ ലേറ്റ് ആയിട്ട് വരും. പിന്നെ വർക്കൗട്ടിന് പോകണം, അത് കഴിഞ്ഞ് വരും. അപ്പോൾ പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ അങ്ങ് മടിക്കും. അപ്പം തന്നെ നമ്മൾ ഓർഡർ ചെയ്യും. അത് നമുക്ക് ഹെൽത്തിയുമല്ല, പിന്നെ പണവും നഷ്ടമാണല്ലോ. അങ്ങനെയാണ് ഈ മീൽ പ്രിപ്പറേഷനിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ചത്. അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞ് ചിക്കൻ കറി റെഡിയായി, അവിയൽ റെഡിയായി. കുറച്ച് സാമ്പാർ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഇതിനകത്ത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ച് സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷും. ഇതെല്ലാം നമുക്ക് നന്നായിട്ട് എയർ ടൈറ്റായിട്ട് കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ വെക്കാം. ഇനി അടുത്ത ഒരാഴ്ച നമുക്ക് കുറച്ചായിട്ട് എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി വീക്ക്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ബൈ.